പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് 2025 ജൂൺ മാസം 16-ാം തീയതി തിങ്കളാഴ്ച. ദൈവത്തിന്റെ ആർദ്രകരുണയാൽ ഈ മാസത്തിന്റെ മറ്റൊരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നമ്മളുടെ യാത്രകൾ, ജോലികൾ, കുടുംബകാര്യങ്ങൾ, പഠനകാര്യങ്ങൾ, മറ്റുള്ള സമസ്ത മേഖലകളിലും കർത്താവിന്റെ കൃപയും കരുതലും കൂടെയിരുന്ന് ഏവരെയും വഴി നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 44-ാം വചനം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 21 വേഴ്സ് 44 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത പോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യോശുവയുടെ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. യോശുവയെ ദൈവം മോശയ്ക്ക് ശേഷം ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിച്ചു. മോശയെ കൊണ്ട് ദൈവം ചെയ്യാവുന്നത് മാക്സിമം ചെയ്യിപ്പിച്ച് ബാക്കി ശുശ്രൂഷകൾ യോശുവയ്ക്ക് നീക്കിക്കൊടുത്തു. അതെ, യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ എത്തുന്നു. ദൈവിക വാഗ്ദത്തം അനുസരിച്ച് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പ്രദേശങ്ങൾ വിഭാഗിച്ച് കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാം അവരുടെ അവകാശ ഭൂമി കൈകളിലേന്തി സ്വസ്ഥമായി സന്തോഷത്തോടെ കഴിഞ്ഞു. അങ്ങനെ സ്വസ്ഥതയോടും സമാധാനത്തോടും കഴിയുവാനുള്ള കാരണം എന്താണ്? 2 കാര്യമാണ്. ഒന്ന്, അവരുടെ പൂർവപിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തീകരിച്ചു. 2, ദൈവം ഈ ജനത്തെ സ്നേഹിച്ച് കരുതി അവർക്ക് സ്വസ്ഥത നൽകി പരിപാലിച്ചു. നാം ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഒരു വിധത്തിലും സ്വസ്ഥത നൽകുന്നതല്ല. രാഷ്ട്രീയമായി നോക്കിയാൽ, സാമൂഹികമായി നോക്കിയാൽ, സാമ്പത്തികമായി നോക്കിയാൽ, ആരോഗ്യപരമായി നോക്കിയാൽ, കുടുംബപരമായി നോക്കിയാൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നോക്കിയാൽ, ഏത് നിലയിൽ നോക്കിയാലും അസ്വസ്ഥത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. പുറത്ത് നാം ഇവയൊന്നും കാണിക്കുന്നില്ല, പറയുന്നില്ല എങ്കിൽ പോലും മനുഷ്യരൊക്കെ അസ്വസ്ഥരാണ്. അങ്ങനെയെങ്കിൽ അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ ഒരു ദൈവ പൈതൽ സ്വസ്ഥനായി കഴിയണം. ശത്രുക്കളുടെ മുമ്പിൽ ഒരു വിധത്തിലും നട്ടെല്ലു വളയ്ക്കാതെ ദൈവകൃപയോടെ നിൽക്കുവാൻ ഇടയാകണം. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ നിന്ന് തുണ ചെയ്യുകയല്ലാതെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തോ വിദ്യാഭ്യാസ യോഗ്യതയോ നാം പറയുന്ന കുടുംബ മഹിമയോ സഭയുടെ മേന്മയോ ഒന്നും ഒരു കാരണമല്ല. ഒറ്റയൊരു കാര്യമേ ഉള്ളൂ: തമ്പുരാൻ നമുക്ക് സ്വസ്ഥത നൽകണം. ഈ പ്രഭാതത്തിൽ വിവിധ വിഷയത്താൽ വ്യാകുലപ്പെട്ട് വേദനയോടെ ഈ ആഴ്ചവട്ടം എൻ്റെ ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. ചില നിയമകാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ,
ബാങ്കുമായി സംബന്ധിച്ച ചില വിഷയങ്ങൾ, കടബാധ്യതകൾ, ആശുപത്രി സംബന്ധിച്ച ചില ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, കുടുംബജീവിതത്തിൽ വന്ന തകർച്ചകൾ, ബിസിനസ്സിൽ നേരിട്ട ചില ചതിക്കുഴികൾ, പോരായ്മകൾ എന്നു വേണ്ട നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന സാഹചര്യങ്ങളുടെ എണ്ണം ഏറുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദൂരങ്ങളിലായിരിക്കുന്നു. പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി അന്വേഷിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിനായി ഒരുങ്ങുന്നവരുണ്ട്, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരുണ്ട്. പക്ഷെ ഇവരൊക്കെ ചെറുതും വലുതുമായി അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടെ പൊക്കൊണ്ടിരിക്കുകയാണ്. നാം അത് ആരോടും പറയുന്നില്ല. വ്യക്തിപരമായി കുടുംബമായി പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണെങ്കിലും മനസ്സിന് നല്ല സുഖം പോരാ. ഇതല്ലേ ഇന്നിന്റെ നമ്മുടെയൊക്കെ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ, ആ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുവാൻ ദൈവം മതിയായവനാണ്. കുടുംബപരമായും വ്യക്തിപരമായും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ പ്രശ്നം എന്തും എത്രയുമായിക്കൊള്ളട്ടെ, അതിന്മേൽ വിടുതൽ തരുവാൻ, സ്വസ്ഥത നൽകുവാൻ, നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളെ തകർക്കുവാൻ ഇടയാകാതെ വണ്ണം പരിപാലിക്കുവാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിഷമത്തോടെ സമീപത്തു നിന്നോ ദൂരത്തു നിന്നോ വിദേശത്തു നിന്നോ നിങ്ങളെ വിളിക്കുമ്പോൾ, നിങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, അവരുടെ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അവരോട് പറയണം, നമ്മുടെ പിതാക്കന്മാരെ അവരുടെ ഇല്ലായ്മയിൽ നടത്തിയ ദൈവം മതിയായവനാ. കുഞ്ഞെ, ഇന്നിന്റെ പ്രശ്നങ്ങൾ കർത്താവ് മാറ്റിത്തരും. നിനക്കൊരു സ്വസ്ഥത തരും. ശത്രുവിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുകയില്ല. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനത്തിൽ നിലനിൽക്ക. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച് അവർക്ക് സ്വസ്ഥത നൽകി അവരെ യഥാസ്ഥാനപ്പെടുത്തിയ സ്വർഗത്തിലെ ദൈവം ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ സകല വിഷയത്തിന്മേലും ഇന്ന് പകൽ സ്വർഗത്തിൽ നിന്ന് സമാധാനം അയക്കട്ടെ, സ്വസ്ഥത നൽകട്ടെ. നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ ശത്രുവിന്റെ തന്ത്രങ്ങളെ തമ്പുരാൻ തച്ചുടയ്ക്കട്ടെ, വിടുതൽ നൽകട്ടെ. അങ്ങനെ ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമാവട്ടെ. നിങ്ങളുടെ യാത്രകളെ മാനിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് തമ്പുരാൻ ഉയരത്തിൽ നിന്നും മറുപടി നൽകി മാനിച്ച് അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ ജനത്തെ എല്ലാ നിലകളിലും അനുഗ്രഹിച്ച് മാനിച്ച് സ്വസ്ഥത നൽകി ശത്രുവിനെ തകർത്തെറിഞ്ഞ് പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം അവർക്ക് നൽകിയ ദൈവം ഇന്ന് പകൽ നമ്മെയും നമ്മുടെ തലമുറയെയും അനുഗ്രഹിച്ച് ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തിന്റെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം കാലങ്ങൾക്ക് ശേഷം
അവർ തെറ്റിപ്പിരിഞ്ഞു പോയെങ്കിലും അവരുടെ മടങ്ങിവരവിൽ ദൈവം നിവർത്തിക്കുകയും അവരുടെ ശത്രുവിനെ തകർക്കുകയും അവരുടെ ചുറ്റും ദൈവം മതിലായി നിന്ന് അവരെ അനുഗ്രഹിച്ചത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പാ, ഞങ്ങളുടെ സ്വസ്ഥത കളയുന്ന പല പ്രശ്നങ്ങൾ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. പല വിഷയങ്ങൾ ഞങ്ങൾ നേരിടുന്നു. വേദനയിലും പ്രയാസത്തിലും ഭാരത്തിലുമായി ഇന്ന് പ്രാർത്ഥനയ്ക്കായി തലമണക്കിയിരിക്കുന്ന, ജീവജലം ശ്രവിച്ച് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെ അവിടുന്ന് കാണണമേ. നൂറ്റാണ്ടുകൾക്ക് പുറകിൽ തന്റെ ജനമായ ഇസ്രായേൽ ജനത്തിന് സ്വസ്ഥത നൽകിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഈ നിന്റെ മക്കളെയും ആശ്വസിപ്പിക്കണം, സമാധാനം നൽകണം, സ്വസ്ഥത നൽകി വിടുതലോടെ പരിപാലിക്കണം. അങ്ങനെ എല്ലാ സ്വർഗീയ കൃപകളാലും നിറച്ച് അനുഗ്രഹങ്ങളാൽ ചൊരിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങളെ നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. നമ്മുടെ അവസ്ഥയും സാഹചര്യവും അറിഞ്ഞ് മനസ്സിലാക്കി നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ശത്രുവിനെ തുരത്തി നമ്മളെ നടുതലയോടെ നിർത്തി വിജയം നൽകുന്ന ദൈവമാണ്. വിഷമത്തിലും ഭാരത്തിലും ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അത് എന്ത് കാരണം കൊണ്ടും ആയിക്കൊള്ളട്ടെ, കർത്താവിന്റെ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുക. ഇസ്രായേൽ ജനത്തിന് സ്വസ്ഥത നൽകിയ ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് സ്വർഗീയ സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹവും നൽകി ജയജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless us all.